ഒരു കാലത്ത് മോഹൻലാൽ മുതൽ ലയണൽ മെസ്സി വരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡായിരുന്നു ബൈജൂസ് എന്നത്. പക്ഷേ ഇപ്പോൾ ബൈജൂസ് എന്നൊരു ബ്രാൻഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. ബൈജൂസ് എന്ന ടെക്കിന്റെ ഫൗണ്ടറായ ബൈജു രവീന്ദ്രന് സിംഗപ്പൂർ കോടതി കഴിഞ്ഞ ആഴ്ച 6 മാസത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. സോ എങ്ങനെ ഒരു $1 ബില്യൺ വാല്യുവേഷനുള്ള കമ്പനി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് നമുക്ക് നോക്കാം. ഓഫ് കോഴ്സ് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഒരു ഡൗൺഫോളിന്. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതാണ് അമിതമായ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്നുള്ളത്. ബൈജൂസ് അതിന്റെ പീക്കിൽ നിന്നിരുന്ന ടൈമിൽ നടത്തിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ചെറുതല്ല. ഏകദേശം $2.8 ബില്യൺ ആണ് ബൈജൂസ് ഈ ഒരു കാര്യത്തിനായി ചെലവാക്കിയത്. ആഡ്സിനും അതേപോലെ മാർക്കറ്റിങ്ങിനും. $1 ബില്യൺ ബ്രാൻഡ് അല്ലേ, അതൊക്കെ നോർമൽ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ബൈജൂസ് 2021 മുതൽ ചെലവാക്കിയ എമൗണ്ട് അവരുടെ ഇൻകത്തിനേക്കാളും 2 ഇരട്ടി കൂടുതലായിരുന്നു. ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാതെ ഒരുപാടധികം എക്സ്പെൻസ് വരുത്തി എന്നുള്ളതാണ് ഇതിലെ സത്യം. ബൈജൂസ് എന്ന ബ്രാൻഡിന്റെ അംബാസിഡർ ആയിട്ട് ഷാറൂഖ് ഖാനെയും മെസ്സിയെയും പിന്നെ 2022 ഫിഫ വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ബ്രാൻഡും കൂടിയായിരുന്നു ബൈജൂസ് എന്നത്. അങ്ങനെ കുറെ അധികം പേര് കേട്ട ആൾക്കാരെയും ബ്രാൻഡിനെയൊക്കെ ഇവരെ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പ്രൊമോഷനും അതേപോലെ മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടി. നേരത്തെ പറഞ്ഞ പോലെ 2021 എന്നൊരു ഫൈനാൻഷ്യൽ ഇയറിൽ അവരുടെ നെറ്റ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം $566 മില്യൺ ആണ്. അതായത് 1500 കോടി രൂപ. ബൈജൂസ് എന്ന ബ്രാൻഡിന്റെ ഡൗൺഫോളിന്റെ ഒരു മേജർ റീസൺ ആണ് ഈ പറഞ്ഞത്. ഇതുപോലെ കുറെ അധികം റീസൺ വരുന്നുണ്ട്. അതൊക്കെ വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.